ആദ്യമായിട്ടൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഓഫേഴ്സും കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കുന്നില്ല. പക്ഷേ ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ അങ്ങനെയുള്ള ചാർജോ കാര്യങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡ് ആയിരിക്കണം. അങ്ങനെ നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ കുറച്ച് ഓപ്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിൽ പറയുന്ന ഓരോ കാർഡിനെ പറ്റി നമ്മൾ ഡെഡിക്കേറ്റഡ് സെപ്പറേറ്റ് ഡീറ്റെയിൽഡ് വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട്. വെൽക്കം ടു അനദർ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ. ഫസ്റ്റ് ഓപ്ഷൻ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ടൈഗർ കാർഡാണ്. ഈ ഒരു കാർഡ് ട്രാവൽ ചെയ്യുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു കാർഡാണ്. നമുക്കതിനകത്ത് പ്രധാനമായിട്ടും എയർപോർട്ട് ലോഞ്ച് ആക്സസ് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നുണ്ട്. പ്രീവിയസ് ക്വാർട്ടറിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണം അങ്ങനെയുള്ള സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു കാർഡിൽ നമുക്ക് ലോഞ്ച് ആക്സസ് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നത്. അത് നമുക്ക് ഇന്ത്യക്കുള്ളിലെ ലോഞ്ചുകൾ കൂടാതെ ഇന്ത്യക്ക് വെളിയിലെ വിദേശ രാജ്യങ്ങളിലെ ലോഞ്ചും കോംപ്ലിമെൻ്ററി ആക്സസ് വരുന്നുണ്ട് പ്രയോറിറ്റി പാസ് വഴി. ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിലെ ഡൊമസ്റ്റിക് ലോഞ്ചുകളാണെങ്കിൽ സെലക്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ ക്വാർട്ടറിൽ 2 തവണ എന്ന രീതിയിൽ നമുക്ക് വർഷത്തിൽ 8 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. ഇന്ത്യക്ക് വെളിയിൽ ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചുകളാണെങ്കിൽ വർഷത്തിൽ 2 തവണ എന്ന രീതിയിൽ നമുക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. വിദേശത്തുള്ള ലോഞ്ചുകളാണെങ്കിൽ പ്രയോറിറ്റി പാസ് വഴിയാണ്. സോ പ്രയോറിറ്റി പാസിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ലോഞ്ചുകളെല്ലാം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ത്യക്കുള്ളിലെ ഡൊമസ്റ്റിക് ലോഞ്ചുകളാണെങ്കിൽ ലിസ്റ്റ് ഉണ്ട്. ആ ഒരു ലിസ്റ്റിലുള്ള ലോഞ്ചുകളാണ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് ഫോറക്സ് ചാർജ് ആണ്. ഇതിൻ്റെ ഫോറക്സ് ചാർജ് എന്ന് പറയുന്നത് 1.5% പ്ലസ് GST മാത്രമാണ്. നോർമൽ കാർഡിൽ അത് 3.5%. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് മൂവി ടിക്കറ്റ് ഓഫറാണ്. നമുക്ക് ബുക്ക് മൈ ഷോയിൽ കോംപ്ലിമെൻ്ററി മൂവി ടിക്കറ്റ് കിട്ടും. അപ് ടു 500 രൂപ വർത്തായിട്ടുള്ളത് 6 മാസത്തിൽ 1 തവണ രീതിയിൽ നമുക്ക് വർഷത്തിൽ 2 തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. പിന്നെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ റിവാർഡ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അത്ര അട്രാക്റ്റീവ് അല്ല. ഒരു 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി 1 റിവാർഡ് പോയിന്റാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ അനുസരിച്ച് മൾട്ടിപ്ലയർ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ആനുവലി 1 ലക്ഷം രൂപ വരെയാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഒരു 100 രൂപക്കും 1 റിവാർഡ് പോയിന്റ് ആയിരിക്കും കിട്ടുക. 1 ലക്ഷം രൂപക്ക് മുകളിൽ 2.5 ലക്ഷം രൂപ വരെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 റിവാർഡ് പോയിന്റും, 2.5 ലക്ഷം രൂപക്ക് മുകളിൽ 5 ലക്ഷം രൂപ വരെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 റിവാർഡ് പോയിന്റും, 5 ലക്ഷം രൂപക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 രൂപക്കും 6 റിവാർഡ് പോയിന്റ് കിട്ടും. സോ ആനുവലി നമ്മൾ എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ്. കൂടുതൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിവാർഡ് ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും. നമുക്ക് റിവാർഡ് പോയിന്റിൻ്റെ വാല്യൂ വരുന്നത് ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മൾ റിഡീം ചെയ്യുന്നതെങ്കിൽ ഓരോ റിവാർഡ് പോയിന്റിന് നമുക്ക് 40 പൈസ കിട്ടും. ഇനിയിപ്പോൾ ക്രിസ്ഫ്ലയർ മൈൽസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ 4 റിവാർഡ് പോയിന്റ് ഒരു ക്രിസ്ഫ്ലയർ മൈൽസിന് ഇക്വലന്റ് ആണ്. പിന്നെ മറ്റൊരു ബെനിഫിറ്റ് ഫ്യൂൽ സർചാർജ് വേവർ ആണ്. 1% സർചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും. ട്രാൻസാക്ഷൻ എമൗണ്ട് മിനിമം 400 രൂപയാണ്. മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 4000 രൂപയാണ്. പിന്നെ കുറച്ച് കൺസേസ് സർവീസസും അതുപോലെ തന്നെ ഓട്ടോ അസിസ്റ്റ് സർവീസസും ഇതിനകത്ത് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ടൈഗർ കാർഡിൻ്റെ കീ ഹൈലൈറ്റ്. പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷനാണ് കിവി കാർഡ് എന്ന് പറയുന്നത്. ഇത് ഒരു ബെസ്റ്റ് കാർഡ് തന്നെയാണ്. നമുക്ക് മർച്ചന്റ് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് കാർഡ് തന്നെയാണ്. എൻട്രി ലെവൽ ആളുകൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് മർച്ചന്റ് UPI പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു കിവി കാർഡ് എന്ന് പറയുന്നത്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന കാർഡാണ്. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. ഈ ഒരു കാർഡിനെ പറ്റി നമ്മൾ പല വീഡിയോകളും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടി എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ആ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യാം. ഇതും ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡാണ്. ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് ഇല്ല. പക്ഷേ ഇത് ഫിസിക്കൽ കാർഡ് നമുക്ക് കിട്ടില്ല, വിർച്വൽ ഒള്ളി കാർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്കൽ ട്രാൻസാക്ഷൻ കാർഡ് സ്വൈപ്പ് ചെയ്ത് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാർഡ് നമ്പറൊക്കെ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താം. ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് 0.5% ക്യാഷ് ബാക്ക് മാത്രമാണ് കിട്ടുന്നത്. പക്ഷേ ഇത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മർച്ചന്റ് UPI പേയ്മെൻ്റ് ആണ്. നോർമലി നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് മർച്ചന്റ് UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1.5% ക്യാഷ് ബാക്ക് കിട്ടും ഓരോ 100 രൂപക്കും. ഇനിയിപ്പോൾ നമ്മൾ ഇവരുടെ ഒരു മെമ്പർഷിപ്പ് ഉണ്ട്. ന്യൂ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആനുവലി 999 രൂപ ചാർജ് വരുന്നൊരു മെമ്പർഷിപ്പ് ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടും. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ 100 രൂപ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും 1.5% ക്യാഷ് ബാക്കിന് പകരം 2% ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വരുന്നുണ്ട്. 50,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 3% ക്യാഷ് ബാക്കും. നെക്സ്റ്റ് 1 ലക്ഷം രൂപയുടെ മൈൽ സ്റ്റോൺ എത്തുന്ന സമയത്ത് നമുക്ക് 4% ക്യാഷ് ബാക്കും. 1.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 5% ക്യാഷ് ബാക്കും കിട്ടും. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. 50,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 1.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. സോ മർച്ചന്റ് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാർഡാണ് ഈ ഒരു കിവി കാർഡ് എന്ന് പറയുന്നത്. പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷനാണ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ മില്ലേനിയ കാർഡ്. ഇതൊരു എൻട്രി ലെവൽ കാർഡാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്കവർക്ക് കിട്ടുന്ന ഒരു കാർഡ് വേരിയൻ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ഒരു ഓപ്ഷൻ വെൽക്കം ബെനിഫിറ്റ് ആണ്. നമ്മൾ കാർഡ് കിട്ടി 30 ഡേയ്സിനുള്ളിൽ 5,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത്
കഴിഞ്ഞാൽ 500 രൂപീസ് വർത്തായിട്ടുള്ളൊരു ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് കിട്ടും. മറ്റൊരു ബെനിഫിറ്റ്, നമ്മൾ കാർഡ് കിട്ടി 30 ഡേയ്സിനുള്ളിൽ ഫസ്റ്റ് EMI കിട്ടി കഴിഞ്ഞാൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് അപ് ടു 1000 രൂപ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു കാർഡിൽ 1% സർചാർജ് വേവറാണ് വരുന്നത്, ഫ്യൂൽ സർചാർജ് വേവറാണ് വരുന്നത്. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 200 രൂപയാണ്, മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 5000 രൂപയാണ്. ഒരു ബില്യൺ സൈക്കിളിൽ അപ് ടു 200 രൂപ വരെ നമുക്ക് ഫ്യൂൽ സർചാർജ് വേവറായിട്ട് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ 300-ലധികം മർച്ചൻ്റ് ഓഫേഴ്സ് നമുക്ക് IDFC വെസ്റ്റ് ബാങ്കിൻ്റെ കാർഡുകളിൽ വരുന്നുണ്ട്. നമുക്ക് 1500-ലധികം വരുന്ന റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് അപ് ടു 20% ഓഫ് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് 3000-ലധികം വരുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് ബ്രാൻഡുകളിൽ അപ് ടു 15% ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാർഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്, നമുക്ക് ATM വഴി വേണമെങ്കിൽ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ അല്ല, പക്ഷേ നമുക്ക് ക്യാഷ് വിഡ്രോവൽ ചാർജ് ആപ്ലിക്കബിൾ ആണ്. ഓരോ വിഡ്രോവലിനും 199 രൂപ പ്ലസ് GST നമുക്ക് ക്യാഷ് വിഡ്രോവൽ ചാർജ് ആപ്ലിക്കബിൾ ആണ്. പിന്നെ മറ്റൊരു ബെനിഫിറ്റ്, നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് റെയിൽവേ ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. നമുക്ക് സെലക്ടഡ് റെയിൽവേ ലോഞ്ചുകൾ ക്വാർട്ടർലി 4 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പക്ഷേ ഒരു സ്പെൻഡ് ബേസ്ഡ് ഒരു ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യണം. പ്രീവിയസ് മന്തിൽ നമ്മൾ 20,000 രൂപയ്ക്ക് മുകളിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തിരിക്കണം. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ്, 2 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ്, പിന്നെ ഒരു 25,000 രൂപയുടെ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് എന്നിവയാണ്. അതിൻ്റെ ഒരു കണ്ടീഷൻ വരുന്നത്, ഇൻസിഡൻറ്റ് നടക്കുന്നതിന് ലാസ്റ്റ് 30 ഡേയ്സിനുള്ളിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ചൊരു ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം. പിന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് 1399 രൂപ വെർത്തായിട്ടുള്ള കോംപ്രഹെൻസീവ് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഒരു പ്രോഗ്രാം ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. നമുക്ക് വർഷത്തിൽ 4 തവണയാണ് ഈ ഒരു സൗകര്യം നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുക. ഇനി ഒരു കാർഡിൻ്റെ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് എക്സ്പയർ ആകുന്നില്ല. സാധാരണ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടാകും. 1 വർഷം 2 വർഷം അതിനുള്ളിലേക്ക് എക്സ്പയർ ആയിപ്പോൾ നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്പയറി ഡേറ്റ് ഒന്നും വരുന്നില്ല. റിവാർഡ് പോയിന്റ് ആനുകൂല്യം നോക്കിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കാറ്റഗറി അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് കാറ്റഗറിയിൽ ഓരോ 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ നമ്മൾ ഒരു ബില്യൺ സൈക്കിളിൽ അപ് ടു 20,000 രൂപ വരെയുള്ള സ്പെൻഡിങ്ങിന് ഓരോ 200 രൂപയ്ക്ക് 3 റിവാർഡ് പോയിന്റ് കിട്ടും. 20,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന സ്പെൻഡിങ്ങിന് നമുക്ക് ഓരോ 200 രൂപയ്ക്കും 10 റിവാർഡ് പോയിന്റ് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ 200 രൂപയ്ക്ക് നമുക്ക് 10 റിവാർഡ് പോയിന്റ് കിട്ടും. ഒരു റിവാർഡ് പോയിന്റിൻ്റെ വാല്യൂ 25 പൈസയാണ്. റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുമ്പോൾ ഒരു റിഡംഷൻ ചാർജ് ഉണ്ട്. ഓരോ റിഡംഷനും 99 രൂപ പ്ലസ് GST ആപ്ലിക്കബിൾ ആണ്. പിന്നെ നമുക്ക് ഫ്യൂൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ EMI ട്രാൻസാക്ഷൻ പിന്നെ ക്യാഷ് വിഡ്രോവൽ അങ്ങനെയുള്ള പേയ്മെൻറ്റുകൾക്ക് നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല. നോർമലി ഈ ഒരു കാർഡിന് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും ആപ്ലിക്കബിൾ അല്ല. പക്ഷേ നമ്മൾ ഈ ഒരു കാർഡ് എടുക്കുമ്പോൾ നമുക്ക് UPI കാർഡ് വേണമെന്ന് ചോദിക്കും. റുപ്പേ വേരിയൻ്റ് കാർഡ് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് മറിച്ചിന് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭ്യമാണ്. ആ ഒരു കാർഡ് കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാർഡ് ചാർജബിൾ ആണ്. 199 രൂപയാണ് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാർഡ് എടുത്തിട്ട് നടത്തുന്ന ആദ്യത്തെ 4 ട്രാൻസാക്ഷന് 100% ക്യാഷ് ബാക്ക് അപ് ടു 200 രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും. അതായത് ഓരോ ട്രാൻസാക്ഷനും അപ് ടു 50 രൂപ മാക്സിമം ക്യാഷ് ബാക്ക് നേടാം. അങ്ങനെ 4 ട്രാൻസാക്ഷന് 200 രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു UPI കാർഡിൻ്റെ റിവാർഡ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള മറിച്ചിന് UPI പേയ്മെൻറ്റ് ആണെങ്കിൽ ഓരോ 150 രൂപയ്ക്ക് 3 റിവാർഡ് പോയിന്റ് കിട്ടും. ഇനിയിപ്പോൾ 2000 രൂപയിൽ താഴെയുള്ള UPI പേയ്മെൻറ്റ് ആണെങ്കിൽ ഓരോ 150 രൂപയ്ക്കും 1 റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ യൂട്ടിലിറ്റി ആൻഡ് ഇൻഷുറൻസ് കാറ്റഗറി പേയ്മെൻറ്റിനും ഓരോ 150 രൂപയ്ക്കും 1 റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ ഒരു കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യാവുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓപ്ഷൻ RBL ബാങ്കിൻ്റെ ഷോപ്പ് റേറ്റ് കാർഡാണ്. ഇതിന് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നൽകുന്ന ഒരു കാർഡാണ്. നോർമലി ഇത് ചാർജബിൾ ആണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് എടുക്കുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ഗ്രോസറി ഷോപ്പിങ്ങിന് ഉപയോഗിക്കാവുന്ന ഒരു കാർഡാണ്. ഗ്രോസറി കാറ്റഗറി സ്പെൻഡിങ് ആണെങ്കിൽ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 റിവാർഡ് പോയിന്റ് കിട്ടും. അങ്ങനെ നമുക്കൊരു മാസം അപ് ടു 1000 റിവാർഡ് പോയിന്റ് വരെ നേടുവാനായിട്ട് സാധിക്കും. നോർമലി മറ്റു സ്പെൻഡിങ് ഒക്കെ ആണെങ്കിൽ ഓരോ 100 രൂപയ്ക്ക് നമുക്ക് 1 റിവാർഡ് പോയിന്റ് മാത്രമാണ് കിട്ടുന്നത്. അത്ര അട്രാക്റ്റീവ് ഒന്നുമല്ല. പിന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ്, നമുക്ക് വർഷത്തിൽ 15 തവണ ബുക്ക് മൈ ഷോയിൽ നമുക്ക് മൂവി ടിക്കറ്റ് ഓഫർ കിട്ടും. 10% ഡിസ്കൗണ്ട് അപ് ടു 100 രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ഫ്യൂൽ സർചാർജ് വേവർ വരുന്നുണ്ട്. 500 രൂപയ്ക്കും 4000 രൂപയ്ക്കും ഇടയിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഒരു ബില്യൺ സൈക്കിളിൽ അപ് ടു 100 രൂപ വരെ സർചാർജ് വേവറായിട്ട് നേടാം. 99 രൂപ പ്ലസ് GST ആണ് റിവാർഡ് പോയിന്റ് റിഡംഷൻ ചാർജ് വരുന്നത്. സോ ഇതൊക്കെയാണ് എൻട്രി ലെവൽ കാറ്റഗറിയിൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഉള്ളതിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ കുറച്ച് ഓപ്ഷൻസ്. ഇതിൽ ഈ ഒരു ഷോപ്പ് റേറ്റ് കാർഡൊക്കെ ആണെങ്കിൽ അത് ബെസ്റ്റ് കാർഡൊന്നും അല്ല, ജസ്റ്റ് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാർഡാണ്. പക്ഷേ കിവി കാർഡ് അതുപോലെ തന്നെ മില്ലേനിയ കാർഡ് അതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ്. പിന്നെ ഈ എയർപോർട്ട് ലോഞ്ച് ആക്സസ് വേണ്ടവരാണെങ്കിൽ അവർക്കും ബെസ്റ്റ് കാർഡാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ടൈഗർ കാർഡ്. കാരണം പ്രീവിയസ് ക്വാർട്ടറിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണം അങ്ങനെയുള്ള ക്രൈറ്റീരിയ ഒന്നും ഇല്ലാതെയാണ് അതിനകത്ത് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. സോ ആ 3 കാർഡുകളും അതാത് കാറ്റഗറിയിൽ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ അതായത് ഇപ്പോൾ മറിച്ചിന് UPI പേയ്മെൻറ്റ് ആണെങ്കിൽ കിവി കാർഡ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാവൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണെങ്കിൽ ടൈഗർ കാർഡ്, ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള നല്ലൊരു കാർഡാണെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ മില്ലേനിയ കാർഡ്. അപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി